വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. ഓക്കെ, നമ്മുടെ വുമൻസ് ചേഞ്ച് ദ വേൾഡ് എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ആദിവാസി, ദളിത്, മുസ്ലിം വിഭാഗത്തിലെ പെൺകുട്ടികൾ എന്ന ഇന്നും സ്കൂളുകളിൽ പോകുന്നില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ്, അതിന്റെ റീസൺസ് എന്താണെന്നാണ് ഇന്നത്തെ ഈ ഒരു കോണ്ടന്റിൽ മിസ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. Okay, first reason, in rural and poor areas, there are neither proper schools or no teachers. അവിടെ എന്താണ്, അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കൂളും ഇല്ല, അവിടെ നല്ല ടീച്ചേഴ്സും ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. ഓക്കെ, അതായത് അവിടെ എന്താണ്, നല്ല ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്കൂളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ, ആ ഒരു പുവർ ഏരിയാസിൽ, ആ ഒരു പുവർ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ എന്താണ്, ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി കുറവാണ്. ഫസ്റ്റ് റീസൺ അതാണ്. ദെൻ സ്കൂൾ ആർ ഓഫൺ ഫാർ അവേ ഫ്രം പീപ്പിൾസ് ഹോം. അതായത് കുട്ടികളുടെ വീടിന്റെ, അതായത് ആ ഒരു വീടിന്റെ ഒരുപാട് അകലത്തിലാണ് എന്ത്, സ്കൂളുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താ, അവിടെ ട്രാവലിംഗ് അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവുന്നില്ല. ആൻഡ് ദർ ഇസ് നോ ട്രാൻസ്പോർട്ട്, അവിടെ ട്രാൻസ്പോർട്ട് ഗതാഗത സൗകര്യങ്ങളില്ല. ലൈക്ക് ബസ് ഓർ വാൻസ് അവൈലബിൾ ഫോർ ഗേൾസ്, സോ പാരന്റ്സ് ആർ നോട്ട് വില്ലിംഗ് ടു സെൻഡ്. അവിടെ എന്താ, ബസ്സോ അല്ലെങ്കിൽ എന്താ ട്രാവൽ ചെയ്യാനുള്ള ഒരു സംഭവം, വാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, പെൺകുട്ടികളെ സ്കൂളിൽ അയക്കാൻ എന്താ, പാരന്റ്സ് ഒട്ടും വില്ലിങ് ആവുന്നില്ല. അത് വേറൊരു റീസൺ ആണ്. അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞത് നല്ല സ്കൂളുകളോ അല്ലെങ്കിൽ നല്ല ടീച്ചേഴ്സോ ഇല്ലാത്തതിന്റെ അഭാവം. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ഒരുപാട് ദൂരമാണ് സ്കൂൾ ഉള്ളത് അല്ലെ. അപ്പോൾ എന്താ, ട്രാവൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പാരന്റ്സ് എന്താണ്, കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നില്ല, പെൺകുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നില്ല. ദെൻ മെനി ഫാമിലീസ് ആർ പൂവർ ആൻഡ് അൺഎബിൾ ടു ബിയർ ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് all their children. അതായത് ഒരുപാട് കുട്ടികളുടെ പാരന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര പൂറാണ്, പാവപ്പെട്ട വീട്ടിലുള്ള ആളുകളായിരിക്കും ഒരുപാട് പേരുണ്ടാവുക. അപ്പൊ അവരെ സംബന്ധിച്ച് എന്താണ്, ക്യാഷ് ഇല്ലാത്തതിന് പ്രശ്നം ഉണ്ടാവും. അവരാദ്യം നോക്കുക എന്താ, അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികളെ സ്കൂളിലേക്ക് അയക്കണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളാണുള്ളത്. ഇൻ ദിസ് സിറ്റുവേഷൻ ബോയ്സ് ഗെറ്റ് പ്രിഫറൻസ്. ആ സമയത്ത് ബോയ്സിന് പ്രിഫറൻസ് കൊടുക്കും. ആൺകുട്ടികൾ സ്കൂളിൽ പോട്ടെ, പെൺകുട്ടികൾ വീട്ടിലിരിക്കട്ടെ എന്നുള്ളൊരു പ്രിഫറൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. കാരണം പെൺകുട്ടികൾ എന്തായാലും അയക്കാനുള്ളതാണ്, വീട്ടിലേക്ക് വലിയ ആവശ്യമൊന്നും നമുക്ക് കിട്ടൂല, ആവശ്യത്തിനൊന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ ആൺകുട്ടികളാണെങ്കിൽ നമ്മളെ നോക്കണം, ഫാമിലി നോക്കേണ്ടത് അവരാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവരെയാണ് എന്ത്, സ്കൂളിലേക്ക് അയക്കാറുണ്ടായിരുന്നത്. ദെൻ മെനി ചിൽഡ്രൻ ഫേസ് ഡിസ്ക്രിമിനേഷൻ ഫ്രം ദെയർ ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ്. പിന്നെ ഒരുപാട് പെൺകുട്ടികൾ എന്താണ്, ജാതിയുടെയും മതത്തിന്റെയും കാസ്റ്റിന്റെയും കളറിന്റെയും ഒക്കെ ബേസിൽ ടീച്ചേഴ്സിന്റെയും സുഹൃത്തുക്കൾ, ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ എന്താ, ഒരുപാട് ഡിസ്ക്രിമിനേഷൻ, വിവേചനങ്ങളൊക്കെ എന്താണ്, ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇത്രയും റീസൺസ് ആണ് എന്ത്, ഇന്നും ആ ഒരു സമയത്ത് എന്താണ്, ദളിത് വിഭാഗത്തിൽ അല്ലെങ്കിൽ ആദിവാസി, മുസ്ലിം വിഭാഗത്തിലെ പെൺകുട്ടികൾ ഇന്നും എഡ്യൂക്കേഷൻ കിട്ടാത്തത് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പോകുന്നതിന്റെ റീസൺ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.